ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. താബോർ മല രൂപാന്തരീകരണത്തിൻ്റെ സ്ഥലം. കർത്താവിൻ്റെ പീഡാനുഭവ പ്രവചനങ്ങൾക്കിടയിലാണ് ഇത് അവതരിപ്പിക്കുക. താൻ പീഡാനുഭവത്തിലേക്കും മരണത്തിലേക്കും നടന്നെടുക്കുന്നുവെന്ന് പറയുമ്പോൾ ഭയചകിതരായ ശിഷ്യന്മാർക്ക് ധൈര്യം കൊടുക്കാനായിട്ട് ഉത്ഥാനത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു മുന്നാസ്വാദനമായിട്ടാണ് ഈ രംഗം അവതരിപ്പിക്കുക. മത്തായിയുടെയും മർക്കോസിൻ്റെയും സുവിശേഷത്തിൽ 6 ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ മോശ സീനായി മലയിൽ 6 ദിവസം പ്രാർത്ഥിച്ച് 7-ാം ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഓർമ്മ കൂടിയാണത്. ഇവനെ ശ്രവിക്കുവിൻ എന്ന് പറയുമ്പോൾ മോശയെ പോലുള്ളൊരു പ്രവാചകൻ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന രംഗമാണ് നമ്മളതിൽ മനസ്സിലാക്കുക. ശിഷ്യന്മാർ പറയുന്നു, നമുക്കിവിടെ 3 കൂടാരങ്ങളുണ്ടാക്കാം. പക്ഷേ മേഘകൂടാരം വന്നവരെ മൂടുന്നതായിട്ടാണ് നമ്മൾ കാണുക. എന്ന് പറഞ്ഞാൽ സീനായിലെ കർത്താവിൻ്റെ സമാഗമ കൂടാരത്തിൽ മൂടിയിരുന്ന മേഘം അത് തന്നെയാണ് പിന്നീട് ഇസ്രായേൽക്കാർ മുഴുവൻ കൂടാരത്തിരുന്നാൾ ആഘോഷിച്ചിരുന്നതിൻ്റെ സ്കാനെ അതേ വാക്ക് തന്നെയാണ് ഇവിടെ മത്തായി ഉപയോഗിക്കുക. താബോർ, ജിസ്രയേൽ വേലിയുടെ നടുക്ക് നിൽക്കുന്ന ഒരു മഹത്തായ കുന്ന്. എന്തുകൊണ്ട് താബോർ? സുവിശേഷങ്ങളിൽ താബോർ എന്നുള്ള പേര് പറയുന്നില്ല. ഒറിജിനാണ് 3-ാം നൂറ്റാണ്ടിൽ രൂപാന്തരീകരണം താബോർ മലയിലായിരുന്നിരിക്കാമെന്ന് പറയുന്നത്. സങ്കീർത്തനം 88 ഹെർമോനെയും താബോറിനെയും ഒരുമിച്ച് വയ്ക്കുന്നു. കേസരിയ ഫിലിപ്പിയിൽ നിന്ന് 6 ദിവസം കൊണ്ട് നടന്നെത്താവുന്ന സ്ഥലം. പഴയ കാലം മുതലേ ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥലമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നിടം. ഇവിടെയാണ് പിന്നീട് അന്ത്യോക്കസ് 3-ാമൻ കീഴടക്കുന്നതും വെസ്പേഴ്സിയൻ കീഴടക്കുന്നതും കുരിശ് യുദ്ധക്കാർ ബെനഡിക്റ്റീനിയൻ ആശ്രമം ഉണ്ടാക്കുന്നതും തങ്ക്രേതിയുടെ കേന്ദ്രമാക്കിയിട്ട് മാറ്റുന്നത്, പിന്നീട് സലദീൻ്റെ നേതൃത്വത്തിൽ 1187 കീഴടക്കപ്പെടുന്നതൊക്കെ ഈ സ്ഥലമാണ്. ഇന്ന് ഇവിടെ 1924 അന്തോണിയോ ബെർലുച്ചി തീർത്ത അതിമനോഹരമായിട്ടുള്ളൊരു ദേവാലയം. നമ്മൾ താഴെ ബസ് നിർത്തി ചെറിയ വാഹനങ്ങളിൽ വളഞ്ഞു പുളഞ്ഞ വഴികളിലൂടെ മുകളിലോട്ട് കയറുമ്പോൾ കാറ്റിൻ്റെ കവാടം കടന്ന് നേരെ പള്ളിയിലേക്ക് എത്തുന്നു. പള്ളി 3 കൂടാരങ്ങളുടേതാണ്. മോശയ്ക്ക് ഏലിയായ്ക്ക് ഓരോ കപ്പേളകൾ, മോശ 10 കൽപ്പനകൾ നേടുന്നതും ഏലിയ കർമ്മലമലയിൽ ബലിയർപ്പിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ, പ്രധാന മധുബഹയുടെ മുകൾ വശം സ്വർണ്ണ മുസൈക്കിൽ തീർത്ത രൂപാന്തരീകരണത്തിൻ്റെ ചിത്രീകരണം, താഴെ രൂപാന്തരീകരണത്തിൻ്റെ അടയാളങ്ങളായ കർത്താവിൻ്റെ ജനനം, വിശുദ്ധ കുർബാന, പീഡാനുഭവ മരണങ്ങൾ, ഉത്ഥാനം. ഈ താബോറിൻ്റെ ഒരു പ്രത്യേകത, ഇത് ജിസ്രയേൽ വേലിയിലാണ് നിൽക്കുക. ജിസ്രയേൽ വേലി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വയലെന്നർത്ഥം. ഇസ്രായേലിൻ്റെ പഴക്കൊട്ട എന്നാണ് ഇത് അറിയപ്പെടുക. അതിമനോഹരമായിട്ടുള്ള വയൽ കൃഷിസ്ഥലങ്ങൾ. ഉത്തമഗീതത്തിൽ സോളമൻ പറയുന്ന മുന്തിരിത്തോട്ടങ്ങളും കുങ്കുമപ്പൂവും മത്തിമരങ്ങളും മുള്ളുകൾക്കിടയിലെ ലില്ലിയുമൊക്കെ നമുക്ക് കാണാവുന്നിടം. പ്രകൃതിയുടെ അതിമനോഹരമായൊരു ദൃശ്യം. ഇവിടെയാണ് പഴയ നിയമത്തിൽ ഗിദയോൻ്റെ യുദ്ധം നടക്കുന്നത്, സാവൂളിൻ്റെ യുദ്ധം നടക്കുന്നത്. സാവൂള് ദുർമന്ത്രവാദീനെ കാണാൻ പോകുന്ന എന്തോർ ഇതിൻ്റെ തൊട്ടടുത്താണ്. അതുപോലെ തന്നെ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടവും ജിസബേൽ രാജ്ഞിയുടെ രക്തം നായ്ക്കൾ നക്കിക്കുടിക്കുന്നതുമൊക്കെ അവതരിപ്പിക്കുന്നത് ഈ ജിസ്രയേൽ താഴ്വരയിലാണ്. ഇവിടെ നിന്നാണ് കീഷോൺ നദി പുറപ്പെടുന്നത്. ഏലിയ പ്രവാചകൻ അഷേരായുടെ പ്രവാചകന്മാരെ കൊല്ലുന്നിടം. താബോർ മലയിലേക്ക് കയറുമ്പോൾ ദെബോറിയെ കാണാം. ബാറാക്കിനെയും ദെബോറ പ്രവാചികയെയും ഓർക്കുന്നിടം. ഇവിടെ നിന്നാണ് മലമുകളിലേക്ക് കയറുക. ആ മലമുകൾ കർത്താവ് സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം ശിഷ്യന്മാർക്ക് കൊടുത്തിടം. നമ്മൾ താബോർ മലയിൽ നിൽക്കുമ്പോൾ, ഈ സ്വർഗീയ അനുഭൂതിയിൽ നിൽക്കുമ്പോൾ, പ്രകൃതിയുടെ ഭംഗിയെ ആസ്വദിച്ചുകൊണ്ട് പ്രകൃതിനാഥനിലേക്ക് വളരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അനുഭവങ്ങൾ വീണ്ടും ഒന്ന് അയവറക്കാൻ സ്വർഗത്തെ ലക്ഷ്യമാക്കി ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നവരാകാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.